നിങ്ങൾക്ക് LKG UKG പഠിച്ചണ അതേപോലെ അംഗനവാടിയിലൊക്കെ പോണ ഒരു 6 വയസ്സിന് താഴെയുള്ളൊക്കെ മക്കളുണ്ട് പെൺകുട്ടികൾ. അങ്ങനെയാണെങ്കിൽ ദിവസം ഒരു അരമണിക്കൂർ നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കളിയുണ്ടാവും. നമുക്കൊരു അംഗനവാടിക്കാരി ഉണ്ട്, ഓളെ തലയണത് കുരങ്ങന്മാരെ മാതിരിയാണ്. ഫുൾ ടൈം ഓളെ കൈ തലയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് പോകണമെങ്കിലോ പുറത്ത് പോകണമെങ്കിലൊക്കെ കൈ തലയിലാവും. കുട്ടികളെ തലയിലുള്ള പേന് പെട്ടെന്ന് പോവാനും നല്ല കറുത്ത മുടിയാവാനും ചളിയും ഇതൊക്കെ മാറി മോളെ തല ഒന്ന് വാർന്നുള്ള അവസ്ഥയാണ്. ചീർപ്പിൻ്റെ അരുഭാഗം കാണൂല, ആ രീതിയിലാണ് ഉണ്ട പേനുകൾ. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ പറയും നിങ്ങളിങ്ങനെ ബിസിനസ് നോക്കി നടന്നാണ് കുട്ടീനെ നോക്കാഞ്ഞിട്ടാവും തല വാരാഞ്ഞിട്ടാവും അതൊക്കെ നിങ്ങൾ പറയുന്നത്. ഇപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളതൊക്കെ പറയുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എന്നാലും നിങ്ങൾ പറഞ്ഞോളി. എന്നാലും അംഗനവാടി വിട്ടുവന്ന് മേലൊക്കെ കേൾക്കാണ്ട് ഇരുന്ന് അരമണിക്കൂറോളം ഇരുന്ന് വാർന്നാലും ചില ദിവസമൊക്കെ ഞാൻ വീട്ടിലിരുന്ന് അയക്കൂല. അപ്പം ഇങ്ങനെ വൈകുന്നേരം പാടത്തൊക്കെ ഒന്ന് ഇറങ്ങുന്ന സമയമുണ്ട്, ചങ്ങാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാടത്ത് ഓളെ ഇരുത്തും, ആ കൂട്ടത്തിൽ ഇങ്ങനെ പേന്നോക്കലൊക്കെ ആയിട്ട് അങ്ങനെ വരെ ഇരുന്നാൽ പോലും ഇനിയിപ്പോൾ ഇവലൊക്കെ നമ്മളെന്തൊക്കെയോ പറഞ്ഞാണ്ടാക്കിയാലും അയക്കോ ഈ സാധനങ്ങൾ അയക്കൂല. ഒന്ന് അങ്ങോട്ട് തലവെട്ടിച്ച് ഇങ്ങോട്ട് തലവെട്ടിച്ച് കുറച്ച് നേരം ഫോൺ എടുത്ത് കണ്ടൊക്കെ ഒന്ന് ഇരുത്തും. എന്നാലും അവർക്ക് ഈ ഭാഗത്തേക്ക് തന്നെ തല തിരിച്ച് വെക്കുമ്പോൾ ഫോൺ ക്ലിയർ ആവില്ല. അത് ഇത് 100 കുറ്റങ്ങളാണ്. നമ്മളൊന്നും നമ്മളമ്മമാരെ പേടിച്ച് നിന്ന മാതിരിയല്ല. നമ്മളെ മക്കളൊക്കെ ഇങ്ങോട്ട് ക്ലാസ് എടുക്കുന്ന ഐറ്റങ്ങളാണ്. ഈ ഈരുപൊട്ടിൻ്റെ ഇതിൽ വരെ പേൻ കൊടുക്കണ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കണം. ഇതിലൊക്കെ പേൻ കിട്ടുമോ? കുറച്ചൊരു ഇത് വ്യത്യാസമുള്ളൊരു ഇതല്ലത്. എന്നാലും ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. ഞാനിതാ വെളിച്ചെണ്ണ ഇങ്ങനെ കുറച്ച് നേരം പരട്ടിയിട്ടാൽ കുറച്ചൊരു വേദന ആക്കണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെയാണ് വാർന്നു കൊടുക്കുക. അപ്പോഴുള്ള അവസ്ഥയാണിത്. ഇളകണ കണ്ടാ ഉണ്ടച്ചിപ്പേനുകൾ. ഇതിങ്ങനെ ഒരു ദിവസം ഞാൻ വാർന്ന് ഒക്കെ ക്ലീനാക്കി പിറ്റേ ദിവസം അംഗനവാടി പറഞ്ഞേച്ച് അംഗനവാടി വിട്ടുതരുമ്പോഴും ഇതേ അവസ്ഥ ആവും. കാരണം അവിടുന്ന് ഒരു ഉറങ്ങുമ്പോൾ എല്ലാ കുട്ടികളും ഒപ്പം തല വെച്ച് കണ്ട് ഉറങ്ങും. നമ്മളെ മക്കളെ തല നല്ലതാണ്, ഓലതിന്ന് ഇങ്ങോട്ട് കയറുക എന്നല്ല ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. എല്ലാ മക്കളും ഒരേ മാതിരി തന്നെയാണ്. നമ്മളിപ്പോൾ കുളിപ്പിച്ചാണ്ട് ഉടനെ പറഞ്ഞേക്കല്ലേ സ്കൂൾക്കൊക്കെ. അപ്പോൾ ആ മൊക്കനൊക്കെ കുത്തിക്കാണ്ട് വന്നാൽ ഇതിലേറാവും. പക്ഷെ ഇതിപ്പോൾ മൊക്കനെ കുത്തി പോയിട്ടൊന്നുമല്ല. എന്നാലും ആ നനഞ്ഞ ഉടനെ തന്നെ കെട്ടിയാണ് പറഞ്ഞയച്ചിട്ട് എന്ത് കുന്താന്നാവും. മറ്റേ ദീത്ത് രാധ പറഞ്ഞ മാതിരി ഫുൾ ടൈം പേൻചാകരയാണ്. അപ്പം അതിനൊരു നല്ല മാറ്റമുള്ളൊരു വേറെ കേടൊന്നും ഇല്ലാത്ത എയർ ഓയിലൊന്നുമല്ല, നമ്മളെ തുളസിൻ്റെ ഇലയും ചെമ്പരത്തിൻ്റെ ഇലയും അതുപോലെ നമ്മളെ വീട്ടിലുള്ള വലിയുള്ളി ഇല്ലേ അതും മാത്രം മതി. എൻ്റെ വീട്ടിൽ തുളസിൻ്റെ ഇലയൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് കാപ്പി ഉണ്ടാക്കാനും എല്ലാത്തിനും നല്ലതാണ്. ഇതൊരു ഔഷധമാണല്ലോ. ഞാൻ വെറുതെ ഇത് വായിലിട്ടിട്ട് ചവക്കും. നമ്മളെ പല്ലിനൊക്കെ സ്ട്രോങ് ആക്കാനൊക്കെ നല്ലതാണ്. ഇതിങ്ങനെ തിന്നിട്ടാണ് നമുക്ക് തള്ളു കൂടുണ്ട് എന്നൊക്കെ ചിലവർ പറയലുണ്ട്. അതിനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എന്തായാലും നമുക്കെന്ത് ചെയ്യാം, തുളസി ഏത് കാര്യത്തിനും നമുക്കൊരു സൈഡ് എഫക്റ്റ് ഇല്ലാത്തൊരു സംഭവമാണല്ലോ അല്ലേ. അപ്പോൾ അതും എടുക്കുക, കുറച്ച് വലിയുള്ളി എടുക്കുക, ചെമ്പരത്തിൻ്റെ മൊട്ടും കൂടെ എടുത്തിട്ട് നമുക്കെന്ത് ചെയ്യാം, മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ചെമ്പരത്തിൻ്റെ വിരിയാനായ മൊട്ടില്ല അതും എടുക്കുക. അതിൻ്റെ ശേഷം ഒരു 2 വലിയുള്ളി. ഇതിനിപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസത്തേക്കാണെങ്കിൽ ഇത്തിരി മതി. പക്ഷേ ഇത് 7 ദിവസത്തേക്കാണ്. ഞാൻ 7 ദിവസം നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു ടിന്നിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വേറെ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ എന്ന് വെച്ചിട്ട് നമ്മൾ തലയിൽ തേച്ചാൽ നമ്മളെ മുടിയൊന്നും വേറെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നമ്മൾ വലിയവർക്കും നല്ലതാണ്, താരനൊക്കെ പോവും. അതുപോലെ മുടി കൊഴിഞ്ഞിപ്പോൾ മുടി കൊഴിച്ചിലുണ്ട് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിലൊരു ഉരുളൻകിഴങ്ങും കൂടി ഇട്ടിട്ട് അരച്ച് വെക്കുക. തൽക്കാലം ഞാനിത് മോളെ തലയിലായതുകൊണ്ട് ഉരുളൻകിഴങ്ങ് എടുത്തിട്ടില്ല. അപ്പോൾ ഇവളെ തലയ്ക്ക് ഇത് തേക്കാൻ അയക്കൊന്നുമില്ല. പിന്നെ മുടി നല്ല സുഖമുണ്ടെന്ന് ഒരു പ്രാവശ്യം തേച്ചാൽ മക്കൾ പിറ്റേ ദിവസം തേക്കാൻ തിരക്കൂടും എന്തായാലും. അപ്പോൾ ഇത് തേക്കണ മുമ്പ് ആദ്യം എന്ത് ചെയ്യുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തല നല്ല സോഫ്റ്റ് ആക്കി ഇടുക. മൊത്തത്തിലൊന്ന് ആദ്യം വെളിച്ചെണ്ണ സ്പ്രെഡാക്കി ഇടുക. അതിൻ്റെ ശേഷം വേണം നമുക്കിത് ഒരിത്തിരി ഇതാക്കി കൊടുക്കാനായിട്ട്. നമ്മൾ തല വാരാൻ സമ്മതിക്കാത്തത് വേദന കൊണ്ടാവും കുട്ടികൾക്ക്. അപ്പോൾ ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം തല വാർന്ന് കൊടുത്താൽ പേനൊന്ന് മയങ്ങി കിടക്കുകയും ചെയ്യും. അതോ എൻ്റെ അമ്മക്ക് എങ്ങനെയാണ് കുറച്ച് വെളിച്ചെണ്ണ എണ്ണയാണ്ട് കൊത്തും. എന്നിട്ട് ഒരു പാട്ടുമുണ്ട്, പേനേവാ പറഞ്ഞുകൊണ്ട്. ആ പാട്ട് മുഴുവൻ ഓർമ്മയില്ല. കാരണം ഞാൻ ആ പാട്ട് ശ്രദ്ധിക്കാനുള്ള നേരമൊന്നും കിട്ടില്ല. അമ്മ ഇങ്ങോട്ട് വാർന്നിട്ട് പഠിച്ചോനെ വേദന പറഞ്ഞാലും പൊട്ടിച്ച് അവിടെ ഇടും. അന്നത്തത് നമുക്ക് മനസ്സിലായത് നമുക്ക് അതേമാതിരത്തെ ഒരാളുണ്ടായപ്പോഴാണ് നമ്മളമ്മേൻ്റെ മനസ്സെന്താണെന്ന് മനസ്സിലായി തുടങ്ങിയത്. എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ നോക്കി ഇതാണ് അവസ്ഥ.
ചാകരയാണ്, ചാകര എത്ര പൊട്ടിച്ചാലും അജ്മീർ ചെമ്പ് മാതിരിയാണ്, പിന്നെയും പിന്നെ ഇങ്ങനെ നിറഞ്ഞു വരും. ഇതിനൊരു അറ്റല്ലേന്ന് ഞാൻ വിചാരിച്ചാത്ത ദിവസങ്ങളില്ല. ഇതിലിപ്പോൾ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിപ്പോൾ 2 നേരവും തല നനച്ച് കുളിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. ഞാൻ എങ്ങനായാലും അവസ്ഥ ഇതൊക്കെ വൈകുന്നേരം അംഗനവാടി വിട്ടുന്നതിൻ്റെ ശേഷമുള്ള ടൈമാണ്. രാവിലെ ഇതിനൊന്നും ടൈം ഉണ്ടാവില്ല. പക്ഷെ എങ്ങനെ ക്ലീൻ ആക്കിയിട്ട് ഒരെണ്ണം ഇല്ലാതെ ഇരുത്തി വായിപ്പിച്ചാലും പിറ്റേ ദിവസം വരുമ്പോൾ ഇതിനേക്കാളും ഡബിളായിട്ടാണ് വരിക. അപ്പോൾ ഇപ്പം ഈ ഒരു സംഭവം ട്രൈ ചെയ്തതിന് ശേഷം മോളിപ്പോൾ സമ്മതിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളത് തേക്കും വെച്ചേ ചോദിക്കുന്നുണ്ട്. എന്താ പറയുക, നല്ല തണുപ്പാണ് കുട്ടികൾക്ക് തലക്ക്. പിന്നെ ഓയിലും കൃത്യമായിട്ടുണ്ടാക്കിയ സംഭവമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളെ മുടിൻ്റെ കാര്യത്തിലും സംശയമില്ല. നല്ല ഉള്ളും കനും കറുപ്പും പോലെ ചളിയൊക്കെ പോവും. മാസത്തിലൊരു 7 ദിവസങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ തുടർച്ചയായിട്ട് ചെയ്യുക. മാസത്തിലൊരു 7 ദിവസം ഇങ്ങനെ ചെയ്ത് നോക്കുക. അതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പദം വന്നിട്ടുണ്ട് മുടി. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യുക, നമുക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ അത് പച്ച കളറാണ്. അതിങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഒന്നും ചെയ്യാനൊന്നുമില്ല, മൊത്തത്തിൽ ഇങ്ങനെ പുരട്ടിയിട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഇങ്ങനെ നിർത്തുക. ഇത് ആദ്യത്തെ ദിവസം ഞാൻ പിന്നെ വീഡിയോ എടുക്കാനൊന്നും സമ്മതിച്ചിട്ടില്ല കേട്ടോ. ഇത് 3ാമത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസം ഇവിടെ ജഗ പോകരുത്, കാരണം മനസ്സിലാവില്ല. ആദ്യത്തെ ദിവസം വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വെച്ചിട്ട് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. 2ാമത്തെ ദിവസമാണ്. പക്ഷെ ആദ്യത്തെ ദിവസം ഇത് തേച്ച് കൊടുത്തപ്പോൾ തലക്ക് കിട്ടിയ ഒരു തണുപ്പും മൂക്കിങ്ങനെ ചൊറിയാത്തതും, ഇനിയിപ്പോൾ തലയിൽ ചുരങ്ങൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണിത്. അപ്പോൾ അവൾ വേഗം സമ്മതിച്ച് തന്നു. ഇതാ കണ്ടോ, 7 ദിവസം കൊണ്ട് മോളെ മുടി നല്ല ഒന്നും കൂടെ കറുപ്പ് കൂടി, ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ കൊച്ചിലൊന്നുമില്ല, അതിനൊന്നുള്ള ടൈം ആയിട്ടില്ലല്ലോ. പക്ഷെ ഞാനും ഇടയ്ക്ക് ഇത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാനിതിൽ കൂടെ ഒരു ഉരുളക്കിഴങ്ങും കൂടി ജ്യൂസ് അടിച്ചിടുന്നു മാത്രം. നമ്മളെ തലയിലുള്ള താരന് ആരും ഇങ്ങനെ കുട്ടികൾക്ക് ചുരങ്ങ് അതുപോലെ താരനൊക്കെ ഉണ്ടെങ്കിൽ ആരും തലയിൽ ചെറുനാരങ്ങ തേച്ച് കൊടുക്കരുത്. അത് നമ്മളെ കുട്ടികളെ തലേൻ്റെ തോലിങ്ങനെ പൊളിഞ്ഞു പോരും. അത് കൂടുതൽ പ്രശ്നമാവും. നമുക്ക് തോന്നും ചെറുനാരങ്ങ ഇതാവുമ്പോൾ നന്നാവും എന്നുള്ളതൊക്കെ കേട്ടാണ്ട് ആരും ചെയ്ത് കൊടുക്കരുത്. നമ്മളെ കൂട്ടത്തിലുള്ളപോലെ തന്നെ ഉണ്ട് അത് ചെയ്തിട്ട് കുട്ടികളെ തലമുടി കേടുന്നോല്. ഇതാ നല്ല മുടിയായിട്ടുണ്ട് മോളെ മുടി. ഇതൊരിക്കൊന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ മനസ്സിലാവും. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ കുട്ടികളുള്ളവരാണെങ്കിൽ വലിയവരാണെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങും കൂടെ കൂട്ടിയിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.